എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ പ്രതീക്ഷ, എന്താണ് അവസ്ഥ ഇവിടെ? പ്രതീക്ഷ അവിടെയുണ്ട്. ഇപ്പോൾ പ്രതീക്ഷ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ രോഗികളെയൊക്കെ തന്നെ ഇപ്പോൾ പുറത്ത് എത്തിച്ചിട്ടുണ്ട്. മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ഐസിയുവിലാണ് തീപിടുത്തം. അവിടെയുള്ള ജീവനക്കാരും തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഐസിയുവിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു എന്നുള്ള വിവരമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ. ഐസിയുവിന് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയുള്ള രോഗികളെ ആ ഭാഗത്തു നിന്ന് ഒഴിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് മനസ്സിലാക്കുന്നു. പ്രതീഷ്, അവിടെയുള്ളവർ ആരെങ്കിലും അതൊക്കെ അറിയാമെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? തീ അണയ്ക്കാൻ സാധിച്ചോ ഇപ്പോൾ? അണയ്ക്കാൻ സാധിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. പക്ഷേ ഈ പുകയുടെ ഒക്കെ തന്നെ വലിയ ഒരു പുകപടലം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ഈ രോഗികളെ തന്നെ ആദ്യഘട്ടത്തിൽ മുഴുവൻ പുറത്തെത്തിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാ പേഷ്യന്റിനെയും മാറ്റി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതാണ്. ക്ലിയറായി. ഇപ്പോൾ ഒരു അരമണിക്കൂർ 20 മിനിറ്റ് ആയിക്കണം, അത്രേ ഉള്ളൂ. ഉള്ളായിരുന്നു ഇത് എപ്പോഴാണ്? കുറച്ച് അരമണിക്കൂർ ആവേ ഉള്ളൂ. ആർക്കും കുഴപ്പമൊന്നുമില്ല. പേഷ്യന്റിനെ എല്ലാം മാറ്റിയിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അരുൺകുമാർ, ഇവരോട് സംസാരിക്കുമ്പോൾ രോഗികളൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയെന്നതാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. ഈ ആരോഗ്യ പ്രവർത്തകരടക്കം ഈ സർജിക്കൽ ഐസിയുവിൽ ഉണ്ടായിരുന്നു. പക്ഷേ സംയോജിതമായ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഇവിടെ നിന്ന് ആളുകളെ തന്നെ മാറ്റിയത്. പ്രാഥമിക ഘട്ടത്തിൽ രോഗികളെ, അവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഐസിയു ആണ്, അതായത് അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന രോഗികളാണ്. അതുകൊണ്ട് തന്നെ അവരെ സെക്യൂരിറ്റിക്കാരനോടൊന്ന് ചോദിക്കുമോ? അരുൺകുമാർ, ഇവരോട് സംസാരിക്കുമ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത്. പക്ഷേ ഈ മാധ്യമങ്ങൾക്ക് മുകളിലേക്ക് കടക്കാൻ നിലവിൽ അനുവാദമില്ല. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുകളിൽ തീ കെടുത്തുന്നുണ്ട്. പക്ഷേ അവരോട് സംസാരിക്കുമ്പോൾ ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ തീപിടുത്തത്തിന്റെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവിടെയുണ്ട്. വലിയ പുക ഇപ്പോൾ ബാക്കിയുള്ളവരെയും പുറത്തേക്ക് മാറ്റി എന്നാണ്. ആ കെട്ടിടം പൂർണ്ണമായും ഒഴിപ്പിക്കുകയാണോ? നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അരമണിക്കൂർ 20 മിനിറ്റ് മുമ്പാണ് തീപിടുത്തം ഉണ്ടായത്. ആ തീപിടുത്തത്തിൽ പൂർണ്ണമായും രോഗികളെ അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ്. 4ാമത്തെ നിലയിൽ അനസ്തേഷ്യ കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തിരിച്ചിറക്കണം. 2 പേരെ അർജന്റായിട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ് അതിനൂടെ ആരും കയറ്റി വിടുന്നുമില്ല. എന്ത് ചെയ്യണം? ബന്ധുക്കൾ സർജറിക്കകത്ത് ഒരാളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ കൂടി അവരെ ആൾക്കാരെ ഇറക്കിയത്. ആ തീക്കകത്ത് പോകത്ത് ഞാനിവിടെ കൂടി ഇറക്കിയത്. അതിൻ്റെ അത് എന്ത് സംശയം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സർജറിക്കകത്ത് ഒരു പേഷ്യന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അവരത് സമ്മതിക്കുന്നില്ല. ഇവരെല്ലാം ബന്ധുക്കൾ ആരെങ്കിലും? എൻ്റെ ബന്ധുക്കളെ ഞാൻ ഇറക്കി. ഞാൻ വേറെ ആൾക്കാരെ ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ടിരുന്നതാ. അവിടെ തീ ഇപ്പോൾ ഒരു അരമണിക്കൂർ ആയതേ ഉള്ളൂ. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഇവിടെ സൗണ്ട് കേട്ടോണ്ടോ ഞാൻ ഓടി കയറി ചെല്ലുന്നു. അന്നേരം അവിടെ തീ വരുന്നു. അതെന്തോരോ മെഷീനായിരുന്നു, അതിനാ തീ പിടിച്ചത്. ഇവിടുന്ന് എല്ലാവരും ഓടി വന്ന് അത് അണയ്ക്കാൻ നോക്കി. ഞാനിവിടെ കൂടി എല്ലാവരെയും സഹായിക്കാൻ നമ്മുടെ ഈ സർജറി ഐസിയില്ല. രോഗികൾക്ക് ആർക്കെങ്കിലും പരിക്കോ എന്തെങ്കിലും എന്തോന്നും അറിയത്തില്ല. എല്ലാവരെയും രക്ഷപ്പെടുത്തി. ചേട്ടൻ കണ്ടപ്പോൾ തീ അണച്ചിരുന്നു? തീ അണച്ചോ? തീ അണച്ചോണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കുറേ പേരെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരു അരമണിക്കൂറാവുന്നേ ഉള്ളൂ. ഈ അരമണിക്കൂർ കൊണ്ട് ഇതെല്ലാം അതാ എനിക്ക്. അരുൺകുമാർ, ഇപ്പോൾ ഈ ആശുപത്രി അധികൃതരും ഈ മറ്റ് സെക്യൂരിറ്റി ജീവനക്കാരുൾപ്പെടെ പറയുന്നത് രോഗികളെ മുഴുവൻ പുറത്തിറക്കി അവിടെ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രവർത്തകരെ ഉൾപ്പെടെ ഈ താഴത്തെ നിലയിലേക്ക് മാറ്റി എന്നതാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. തീ നിയന്ത്രണ വിധേയമായി എന്നുള്ള വിവരം ഫയർഫോഴ്സ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല. കാരണം ഇത് താഴത്തെ നിലയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മുകളിലാണ് സർജിക്കൽ ഐസിയു ഉള്ളത്. ആ സർജിക്കൽ ഐസിയുവിലാണ് തീപിടുത്തമുണ്ടായത്.